ഹായ് എവരി വൺ, ദിസ് ഈസ് ഫ്രം കരിയർ ഹൈറ്റ്സ്. എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഒരു കോച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ടോ ഒരു ജോലിയിൽ എത്തിച്ചേരാൻ. സാധാരണ രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ് ഞാൻ. കോച്ചിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അവരൊക്കെ ഒരു സംശയത്തോടു കൂടിയാണ് ഈ ഒരു കോച്ചിങ് പ്രോസസ്സിനെ കാണുന്നത്. അതിനെപ്പറ്റി ചെറിയൊരു സംശയ നിവാരണം പോലെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ജോലി ആഗ്രഹിക്കുന്ന കുട്ടിയിൽ നിന്ന് വേണ്ടി വരുന്ന ഒരു ശേഷി എന്ന് പറയുന്ന ഒരു സാധാരണ കോളേജിൽ നിങ്ങൾക്ക് ആർജിച്ച് കിട്ടുന്നതല്ല. അതിന് ഒരു പ്രത്യേക സിലബസ് ഉണ്ട്. GK, ഇംഗ്ലീഷ്, റീസണിങ്, മാത്സ് ബേസ് ചെയ്ത ഒരു സിലബസാണ്. ആ സിലബസിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കഷ്ടിച്ചൊരറിവ് പോരാ, നമുക്കത് ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണതയോടുകൂടി മനസ്സിലാക്കി നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വളർന്നാലേ നമുക്ക് ജോലി ലഭിക്കുകയുള്ളൂ. അത് ഒരു കാരണവശാലും നമ്മൾ തന്നെത്താൻ പഠിച്ച് അത് ആർജിക്കാൻ എളുപ്പമല്ല. അതല്ലെങ്കിൽ അതുപോലെ ക്വാളിറ്റിയുള്ള, അതുപോലെ നേരത്തെ തയ്യാറായ കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇപ്പം ചില കുട്ടികളൊക്കെ എന്നെ വിളിച്ച് പറയാണ്ട്, ഞാൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്, 4 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്, പക്ഷേ ഇതുവരെ ജോലിയിൽ എത്തിയിട്ടില്ല. അപ്പം നിങ്ങൾ ഓർത്ത് നോക്കണം, എന്തുമാത്രം നഷ്ടമാണ്. ഒരു 10,000-50,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം രൂപ മുടക്കാനുള്ള ഒരു മടി കൊണ്ട് നമ്മൾ സ്വയം കരുതാം എന്ന് ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പം നമുക്ക് മനക്ലേശം വരും. തീർച്ചയായിട്ടും സാമ്പത്തിക നഷ്ടമില്ലേ. നമുക്കൊരു കോച്ചിങ് സെൻറ്റർ ചേർന്ന് ഒരു ജോലി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയോ പൈസ നേരത്തെ കിട്ടാൻ തുടങ്ങും, വരുമാനം നമുക്ക് വരാനായിട്ട് തുടങ്ങും. പിന്നെ ഈ കോച്ചിങ് സെൻറ്റേഴ്സിലൊക്കെ ചേരുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് തക്ക സമയത്ത് നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ വരുന്ന പോസ്റ്റുകളെക്കുറിച്ച്. ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ എല്ലായ്പ്പോഴും കുട്ടികൾക്ക് ഇൻറ്റിമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കും. എവിടെയൊക്കെ ജോലിയുണ്ട് എന്ന് അവരെ ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കും, അവരെ പ്രേരിപ്പിക്കും ഇങ്ങനെയുള്ള പരീക്ഷകൾ എഴുതാൻ. അല്ലെങ്കിൽ അവർക്ക് അഡീഷണൽ സഹായം വേണം, ഉദാഹരണത്തിന് അവർക്കൊരു ഇൻ്റർവ്യൂ കോച്ചിങ് വേണമെങ്കിൽ ഞങ്ങളത് കൊടുക്കും. അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും വേറെ സ്കിൽ സെറ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ടൈപ്പിംഗ് വളരെ മസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു സംവിധാനമാണ്. ടൈപ്പിംഗ് ഇല്ലാതെ പല ജോലികളും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾ 10-20 ടൈപ്പ് റൈറ്റേഴ്സ്, ഇപ്പം ടൈപ്പ് റൈറ്റേഴ്സ് ഒട്ടും കോമൺ ആയിട്ടുള്ള സംഭവമല്ല, ഞങ്ങൾ ടൈപ്പ് റൈറ്റേഴ്സ് സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു കുട്ടി നന്നായിട്ട് ടൈപ്പിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് കമ്പ്യൂട്ടറിൽ ചെയ്ത് മാത്രം പഠിക്കാൻ എളുപ്പമല്ല. കാരണം അതൊരു മെക്കാനിക്കൽ സ്കിൽ സെറ്റാണ്. അത് നമ്മൾ ചെയ്ത് പഠിച്ച് സ്പീഡ് ആർജിക്കണം. അപ്പോൾ ഞങ്ങൾ 10-20 ടൈപ്പ് റൈറ്റേഴ്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ അത് ഒരു പരിധി വരെ പഠിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സെൻറ്ററും ഉണ്ട്, നമുക്ക് അവിടെ കുട്ടികൾക്ക് വേണ്ടി പഠിക്കാനായിട്ട് പറ്റും. പിന്നെ ഞങ്ങൾ ഈയിടെ മനസ്സിലാക്കി സ്റ്റെനോഗ്രഫിക്ക് ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പം കുറച്ച് സമയം എടുത്ത് എന്തുകൊണ്ട് ഈ കുട്ടികളെ സ്റ്റെനോ പഠിപ്പിച്ചുകൂടാ. അപ്പം ഞങ്ങളൊരു ഫാക്കൽറ്റി എടുത്ത് ഇപ്പം താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി സ്റ്റെനോഗ്രഫിയുടെ ക്ലാസ്സും വൈകുന്നേരങ്ങളിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആഡ് ഓൺസ് വരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ SSCയുടെ ഒരു പാറ്റേണിൽ ഡിഫറൻസ് വന്നു, CGL എക്സാംസിലൊക്കെ. അപ്പം ഞങ്ങളൊരു റിജിഡായിട്ടുള്ളൊരു ഫോർമാറ്റ് അല്ല ഫോളോ ചെയ്യണേ. ആവശ്യാനുസരണം നമ്മുടെ ടീച്ചിങ് പാറ്റേണും മാറ്റി കുട്ടികൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ സദാസമയത്ത് ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു പ്രക്രിയയാണ് നമുക്ക് ഇവിടെ ലഭ്യമാകുന്നത്. അപ്പം നിങ്ങൾക്ക് അതൊരു കോച്ചിങ് സെൻറ്ററിലല്ലാതെ ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. ഞാനിപ്പോൾ ഇവിടെ ഈ കോച്ചിങ് സെൻറ്റർ വരണം എന്ന് ഉദ്ദേശിച്ച് പറയുന്നതല്ല. നിങ്ങൾക്ക് സിൻസിയറായിട്ടൊരു ജോലി, ഒരു ഗവൺമെൻറ് സർവീസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു അർപ്പണബോധമുള്ള ജോലിയാണ്, ഡെഡിക്കേഷനുള്ള ജോലിയാണ്, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ജോലിയാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഒരു കുട്ടി ഒരു ജോലി കിട്ടണമെങ്കിൽ പോലും അതുപോലെ ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. കാരണം അവർക്ക് അലസര വേണ്ട. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത്, നിങ്ങൾ ഒരു NIA ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുക, നിങ്ങളൊരു മടിയനാണ്. നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയതാണ് ഇന്നടത്ത് ബോംബ് വെക്കും, പക്ഷെ നിങ്ങളൊരു മടിയാണ്, ഇതൊക്കെ എന്നാ പോകാനാന്ന് ഓർത്ത് കഴിഞ്ഞാൽ എത്ര മനുഷ്യരുടെ ജീവിതം പോകും. അപ്പോൾ ഇതൊരു സർവീസ് ഓഫ് ദ നേഷനാണ് ഒരു ജോലി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ തയ്യാറാവുമ്പം ആ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയുടെ മനസ്സിലുള്ള ഒരേ ഒരു ചിന്ത, ഇവൻ ഡെഡിക്കേറ്റഡ് ആണോ, ഇവൻ സിൻസിയർ ആണോ. അപ്പോൾ അവർ എക്സാം പാറ്റേൺ ഡിസൈൻ ചെയ്യപ്പോഴും അവർ നോക്കുന്നത് ഈ കുട്ടി വിടാതെ മത്സരിക്കുന്ന ഒരു കുട്ടിയാണോ, അവൻ കോമ്പറ്റേറ്റീവ് ആണോ, അവൻ ഡെഡിക്കേറ്റഡ് ആണോ, അവൻ അർപ്പണബോധം ഉണ്ടോ എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ അവർക്ക് വേണ്ടു. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ അലസരാണെങ്കിൽ ഗവൺമെൻറ് സർവീസിൽ പോകരുത്. എത്രയോ മനുഷ്യരുടെ ജീവിതമാണ് നിങ്ങൾ തകർക്കാൻ പോകുന്നത്. പിന്നെ ഒരു കോച്ചിങ് സെൻറ്ററിൽ വരുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് അലസതയുള്ള കുട്ടികളെ മാത്രമാണ്, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഇല്ലാത്ത കുട്ടികളെയാണ്. പക്ഷേ നമ്മൾ പതുക്കെ അവരെ പിന്തുടർന്ന് അവർക്ക് പ്രേരണ കൊടുത്ത് അവരെ സജ്ജമാക്കി ആ ജോലിയിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ എപ്പോഴും ഒരു കോച്ചിങ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ടീമുകളും ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല കൂട്ടുകാരൊക്കെ കിട്ടുകയാണെങ്കിൽ പരസ്പരം ഡിസ്കസ് ചെയ്ത് ക്വസ്റ്റ്യന് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും.
പിന്നെ എപ്പോഴും നിങ്ങൾ തനിച്ച് പഠിക്കുമ്പോഴത്തേക്കും ഒരു സൈക്കോ ഇഫക്റ്റ് വരുമല്ലോ. നമ്മുടെ സൈക്കോളജിക്കലി ചിലപ്പം ഡൗൺ ആയിരിക്കും, നമ്മളെ ആർക്കും സപ്പോർട്ട് ചെയ്യാൻ കാണില്ല. ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് സെയിം രീതിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് പരസ്പരം സഹായിക്കാനും മറ്റുള്ളവർക്ക് ശക്തി പകരാനും അവരെ കൊണ്ടാണെങ്കിലും സാധിക്കും. അപ്പം എൻ്റെ സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു കോച്ചിങ്ങിന് പോവുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോലിയിൽ കയറാനായിട്ട് സാധിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കരുത്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ BA എക്കണോമിക്സ് പഠിച്ചിട്ട് BSc മാത്സ് പരീക്ഷ പോയി എഴുതിയാൽ ജയിക്കത്തില്ല. ഒരു സ്കിൽ സെറ്റ് നിങ്ങൾക്കുണ്ടെന്നുള്ള സത്യമാണ്, ഡിഗ്രി പാസ്സായി എന്നുള്ള കാര്യം. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ സ്കിൽ സെറ്റ് ബേസ്ഡ് ഓൺ GK, ഇംഗ്ലീഷ്, റീസണിങ് ആൻഡ് മാത്സ് ഇല്ല. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. പക്ഷേ വളരെ സിമ്പിളാണ്. കാരണം ഒരു 10ാം ക്ലാസ് സ്റ്റാൻഡേർഡിലുള്ള കാര്യങ്ങളാണ് അവർ നമ്മളോട് ചോദിക്കുന്നത്, അവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും. സോ സീ യു, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.